പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പാപത്തിന്റെ മോഹത്തിൽ നിന്നെന്നെ അകറ്റണമേ. അനുതാപത്തിൻ അരൂപിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. നമ്മൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞങ്ങളുടെ ആരാധനക്രമത്തിലൊരു പാട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഈ ആദ്യം മാമോദീസ മുഖം വിശുദ്ധ കുർബാന കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പാടും: പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഇതാ ജീവൻ്റെ ഫലം സാമോദം വെക്കുന്നു നിൻ്റെ വായിൽ. വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ട് പറയുന്നതാണ് ജീവൻ്റെ അപ്പം, അല്ലേ? അപ്പം ജീവൻ്റെ അപ്പം, അത് ജീവൻ നൽകുന്ന അപ്പമാണ്. ഇതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. കണ്ടോ, ഇവിടെ പറുദീസായിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ പ്രിയമുള്ളവരെ ആ അപ്പം ഇറങ്ങി വരും, ജീവൻ്റെ അപ്പം. ആ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുമെന്ന് സഭ പഠിപ്പിക്കുന്നു, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു സംശയിക്കാതെ. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം ആദ്യമായി ഈ ഭൂമിയിൽ പുറപ്പെട്ടത് ആരിലൂടെയാ? കന്യകമറിയാമിലൂടെയാണ്, അല്ലേ? കന്യകമറിയാമിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ, അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത് കന്യകമറിയാമിൽ നിന്ന് മാംസം ധരിച്ചു, അങ്ങനെ പറയുന്നു. കന്യകമറിയാമിൽ മാംസം ധരിച്ചു. അപ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, അങ്ങനെയെങ്കിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തെ ഈ ഭൂമിയിൽ പുറപ്പെടുവിച്ച വൃക്ഷം ആരാ? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാ ജീവവൃക്ഷത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പ്രാപ്തിയായി തീർന്നത്? ഒരൊറ്റ വചനത്തിൽ കൂടിയാണ്: ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നടക്കട്ടെ. അപ്പോൾ ഒരു വ്യക്തി ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും ജീവിതത്തെയും തന്നെ ബലി കഴിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് ആ വ്യക്തിയിൽ മാംസമായി തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ക്രൈസ്തവനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ദൈവഹിതത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരു ബലിയായി സമർപ്പിച്ചാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവം എന്താക്കി മാറ്റും? യേശുവിൻ്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇതാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നടന്നത്. അവരുടെ ശരീരവും അവരുടെ ജീവിതവും പോലും വിശുദ്ധമായി മാറി. അതുകൊണ്ടാണ് അവരുടെ തിരിശേഷിപ്പുകളിൽ നിന്ന് പോലും എന്തൊഴുകുന്നത്? ശക്തി പുറപ്പെടാൻ കാരണം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക, ജീവൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കൽ. ഇപ്പം ഏദൻ തോട്ടത്തിൽ 2 വഴി തുറന്നു കിടന്നിരുന്നു. ഒന്ന്, കർത്താവ് പറഞ്ഞു, നിനക്ക് ദൈവവചനം പാലിച്ച് വേണമെങ്കിൽ ജീവിക്കാം, നിന്റെ ഇഷ്ടത്തിന് വേണേ ജീവിക്കാം. ആദാമും ഹവ്വായും ഏതാ ഇഷ്ടപ്പെട്ടത്? അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. പിന്നെ അത്യാവശ്യം വരുമ്പോൾ കർത്താവിൻ്റെ അടുക്ക് വരികയും ചെയ്യും. നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. നമ്മൾ മുമ്പിൽ 2 വഴികൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഫ്രാൻസിസ് അസീസി ജീവിച്ചതുപോലെ ജീവിക്കാൻ ഒരു വഴി. ഫ്രാൻസിസ് അസീസിയാണ് പ്രിയമുള്ളവരെ അക്ഷരം പ്രതി ദൈവത്തിൻ്റെ വചനം പാലിച്ചത്, അല്ലേ? അക്ഷരം പ്രതി. നീ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? എല്ലാം ഉപേക്ഷിച്ച്. അവസാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രിയമുള്ളവരെ പള്ളി വന്നപ്പോൾ അപ്പം പറഞ്ഞ്, നീ അങ്ങനെ വലിയ മിടുക്കണമെന്നും ആകണ്ട, നീ ഇട്ടിരിക്കുന്ന വസ്ത്രമില്ലേ, ഞാൻ മേടിച്ചു തന്നു. ഫ്രാൻസിസ് എന്നാ ചെയ്തു? അതുകൂടെ ഊരിക്കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പിതാവിൻ്റെ കയ്യിൽ വസ്ത്രവും ഊരിക്കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ ഭാവന ചെയ്തേ. എത്ര ദയനീയമായിരിക്കും, എത്ര സങ്കടകരമായിരിക്കും അത്. അന്നത്തെ മെത്രാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ
ഈ ഞങ്ങളുടേതൊക്കെ വലിയ കുപ്പായല്ലേ, ഇതിനു വേണ്ടി ഇതുപോലെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും കൂടെ ഉള്ളതാണ്. ഞങ്ങൾ 3-4 പേർക്ക് കയറ്റാൻ പറ്റും. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഫ്രാൻസിസ് അല്ലാതെ വേറെ ആരെയും ഇതുവരെ ഞങ്ങളുടെ വേദിയിൽ ഇതുപോലൊരു പാർട്ടിയെ കിട്ടിയിട്ടില്ല. ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും വന്നാൽ ഇതിനകത്ത് പൊതിഞ്ഞു പിടിക്കാമെന്ന്, പക്ഷെ ആരും വന്നിട്ടില്ല. അതാ ഒരു പ്രത്യേകത. അപ്പോൾ പ്രിയമുള്ളവർ, എന്തായാലും അദ്ദേഹം എല്ലാം അക്ഷരം പ്രതി അനുസരിച്ച്, ഞാൻ ഈ ഫ്രാൻസിസിൻ്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ചങ്ക് തകർന്നു പോകും. പ്രിയമുള്ളവർ, ഞാൻ ഈ പുസ്തകം വായിക്കാൻ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് മുറി കയറി കുറ്റിയിട്ടിട്ടേ പുസ്തകം വായിക്കത്തുള്ളൂ. കാരണം ഭക്ഷണം പോലും അദ്ദേഹം എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ വെച്ച് പോലും കഴിക്കത്തില്ലായിരുന്നു. നിലത്തെടുത്തിട്ടിട്ട് നിലത്തുനിന്ന് അവർക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്ര വലിയ പരിത്യാഗം. അതുകൊണ്ട് 2ാം ക്രിസ്തുവായി ഫ്രാൻസിസ് അറിയപ്പെട്ടു. എത്ര വലിയൊരു ജീവിതമായിരുന്നു. തലമുറകൾ പിന്നിട്ടും ആ പേരും നാമവും പോലും മായാതിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുമൊഴിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി സ്വയം ബലിയായി തീരാൻ ഒരാൾ തയ്യാറായാൽ അവനിൽ യേശു ഇറങ്ങി വരും. അവനൊരു വിശുദ്ധനായി മാറും, ഒരു വിശുദ്ധയായി മാറും. ഈ ദൈവവിളി നിലനിന്നിട്ടും നമ്മളൊക്കെ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ബലി ജീവിതത്തിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാത്തത്? ഒരിക്കൽ ഞാൻ 21 വയസ്സുള്ള കാലത്താണ്, ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടിയാണ് ഞാൻ ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരുന്നത്. ആദ്യമായിട്ടൊരു ധ്യാനം നടക്കുന്നത്, പ്രിയമുള്ളവരെ, ഈ നാഗമ്പടം മൈതാനത്താണ്. അത് 91-ൽ 1,00,000 പേര് പങ്കെടുത്ത് ആ കൺവെൻഷനിൽ. ഞാൻ കൺവെൻഷൻ പങ്കെടുക്കാൻ പോയ ആളല്ല. ഞാനതിലെ ബസേലിയസ് കോളേജിലോട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ സമരമാണെന്ന് തോന്നി. നമ്മൾ സമരമാണെന്ന് തോന്നിയാൽ ഉടനെ വീട്ടിൽ പോകും. സമരമൊന്നും വേണ്ട, തോന്നിയാൽ മതി. തോന്നിയാൽ ഉടനെ വീട്ടിൽ പോകും. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് നാഗമ്പടം സ്റ്റാൻഡ് വഴി വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഭയങ്കര ഒച്ചയും കാർച്ചയും കൂച്ചയും കേൾക്കാം. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി അവിടെ നിന്ന്. ജനക്കൂട്ടത്തിൻ്റെ കൂടെ കൂടിയില്ല. കാരണം വേറെ വല്ലവരും കണ്ടാൽ എന്നെ ഓർക്കും നമ്മളും ഈ കൂട്ടത്തിലുള്ള പാർട്ടിയാണെന്ന് ഓർത്ത്. അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി മാറി ഒരു മയിൽക്കുറ്റിയിൽ കയറി അവിടെ ഇരുന്ന്. എന്നാ സംഭവം എന്നറിയാം, ഇതുപോലൊരു കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമൊക്കെ നിറയുന്ന ദിവസം. അച്ഛൻ അവിടെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എനിക്കൊരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായി അവിടെ നിന്ന്. ഒത്തിരി അകലമാറിയാണ് ഞാനിരിക്കുന്നത്. ഈ പ്രശ്നമൊന്നും നമ്മുടെ ദേഹത്തോട് പരിശുദ്ധാത്മാവൊന്നും അധികം കയറാതിരിക്കാൻ പാകത്തിന് മാറിയാണ് നമ്മളിരിക്കുന്നത്. കാരണം ഈ പരിശുദ്ധാത്മാവ് കയറി ഭാഷാപരം ഉണ്ടായി പോയി കഴിഞ്ഞെങ്കിൽ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഒരു 1/2 കിലോ ഇച്ചിരി അങ്ങോട്ട് മാറിയായിരിക്കുന്നത്. വലിയ അഭിഷേകമൊന്നും കിട്ടാതിരിക്കാൻ. എന്നാൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരു സിറിഞ്ചിനകത്ത് നിന്ന് വെള്ളം അടിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിർ പോരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഓർത്ത് തോന്നലായിരിക്കും, നട്ടുച്ചയ്ക്ക് തോന്നലായിരിക്കും എന്ന് ഓർത്ത്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ പ്രിയമുള്ളവരെ, മനസ്സിന് നല്ല സമാധാനം, മനസ്സിന് ഭയങ്കര സന്തോഷം. എന്ന് മാത്രമല്ല, അന്ന് മോഡേൺ ബ്രെഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അത് അന്നൊക്കെ വലിയ കാര്യമാണ്. ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി പറഞ്ഞ കൊച്ചു പിള്ളേർ പോലും നാഗമ്പടം വഴി സൈഡിൽ മുട്ടുമേ നിന്ന് കുമ്പസാരിക്കുന്നു. അതെന്നെ കണ്ടമാനം അങ്ങോട്ട് അത്ഭുതപ്പെടുത്തി. എന്തൊരു ഞാനൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിൽ പ്രിയമുള്ളവരെ കുമ്പസാരെന്ന് കേട്ടാൽ അതുപോലെ ഭയമായിരുന്നു എനിക്ക്. ഞങ്ങൾ കുമ്പസാരിക്കുന്ന എങ്ങനെയാണ്, 5-6 കൂട്ടുകാരെ ഒന്നിച്ച് വിളിച്ചിട്ട് പറയും, എടാ ഒരു 5-6 പാപം പറയടാ. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒരു 5-6 പാപം പറയും. എന്താണ് അത്? കുർബാനയ്ക്കിടയിൽ വർത്തമാനം പറഞ്ഞു, അതുപോലെ ഉമ്മനീര് തൊണ്ടയിലിറക്കി കുർബാനയ്ക്ക് മുമ്പ് വെള്ളം കുടിച്ച് മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചില്ല. ഇങ്ങനെ കുറേ പാപങ്ങൾ, അറിയാവുന്ന പാപങ്ങളൊക്കെ എല്ലാവരോടും കൂടി പറയും. എന്നിട്ട് വീതിച്ചു കൊടുക്കും. നിനക്ക് 5 എണ്ണം, നിനക്ക് 5. അങ്ങനെ ഈ 5-6 പേര് കൂടി ഉള്ള പാപം വീതിച്ചെല്ലാവരും എടുക്കും. എന്നിട്ട് ആദ്യത്തെ ആൾ കുമ്പസാരിച്ചേച്ച് വരുമ്പോൾ ചോദിക്കും, അച്ഛൻ എന്നാ പറഞ്ഞടാ? അന്നേരം പറഞ്ഞു, സാരമില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അച്ഛൻ കേൾക്കാത്ത രീതിയിലാണ് പറയുന്നത്. കഴിവുണ്ടെങ്കിൽ ചെവി കേൾക്കാത്ത അച്ഛന്മാരെ വല്ലതും കിട്ടുമെന്നറിയാം. മണർകാട്ടുപള്ളി മാത്രമേ ഒരു ചെവി കേൾക്കാത്ത അച്ഛനൊന്നുണ്ടായിരുന്നുള്ളൂ. എന്തോ ഒരു തിരക്കായിരുന്നെന്നറിയാം അച്ഛൻ്റെ അടുക്കൽ. അപ്പോൾ പ്രിയമുള്ളവരെ, അതുപോലെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ കുമ്പസാരം. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭാവിശ്വാസികളെ കുമ്പസാരത്തിൽ വളരെ പഠിപ്പുള്ള ആളുകളാണ്. ഞാൻ നോക്കുമ്പോൾ കൊച്ചു പിള്ളേർ പോലും മുട്ടുമേ നിന്ന് കുമ്പസാരിക്കുന്നു. ഇതെന്നെ അത്ഭുതപ്പെടുത്തി. അവിടെ ഇരുന്നു വലിയ മനസമാധാനവും സന്തോഷത്തോടും കൂടി ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, 1,00,000 പേര് വീട്ടിൽ പോകണ്ടേ. രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെന്നത്. 9 മണി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ പ്രേരിതയായി ഞങ്ങളുടെ അമ്മ ഇതായി നിൽക്കും. ഞാൻ കോളിംഗ് ബെല്ലടിച്ച് അമ്മ ഇറങ്ങി വന്നു. അമ്മ ഒരു ചോദ്യം ചോദിച്ചു,
നീ ആ കോട്ടയം ടൗണിൽ തെണ്ടി തിരിഞ്ഞ് നടന്നേച്ച് തിയേറ്ററിൽ എങ്ങാണ്ട് പോയി സിനിമയും കണ്ടേച്ച് വന്നിരിക്കുക അല്ലേ? എൻ്റെ അങ്ങോട്ട് കയറിയ പരിശുദ്ധാത്മാവ് അതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങി അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് എത്ര സ്പീഡിലാണ്, അതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങിപ്പോയി. അതോടുകൂടി പ്രിയമുള്ളവരുള്ള അഭിഷേകം മുഴുവൻ പോയി. ഞാൻ പറഞ്ഞു ഒരുമാതിരി ഒന്ന് ശരിയായി വന്നതാണ്, അത് മൊത്തം ഈ അമ്മച്ചി കളഞ്ഞ്. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനവിടെ കയറി. പിന്നെ പ്രിയമുള്ളവരെ, കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ ഞാൻ ബാഗും വെച്ച് കെട്ടി നേരെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയി. ധ്യാനകേന്ദ്രം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല ദൈവം നമുക്കുണ്ടെന്ന് സത്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇനി ജീവിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇനി ജീവിക്കുന്നില്ല. ഇതായിരുന്നു തീരുമാനം. പുറത്തിറങ്ങി. അങ്ങനെ യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ജോലിയാണ് അച്ഛനാകുക. അങ്ങനെ ഞാൻ അച്ഛനായത്. യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ ഏറ്റവും പറ്റിയ ജോലി പുരോഹിതനാകുക. എന്നും ബലിയർപ്പിച്ചും പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അച്ഛനായത്. പ്രിയമുള്ളവർ. അങ്ങനെ വൈദികനായി ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് പ്രിയമുള്ളവരെ, ഇതുപോലെ അനേകം പേര് ദൈവത്തിൻ്റെ തിരുവചനങ്ങളൊക്കെ കേട്ട് ഒത്തിരി പ്രേരിതരായിട്ട് വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രിയമുള്ളവർ, പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഒത്തിരി വഴികൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ധ്യാനങ്ങളൊക്കെ കൂടി, വരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, ദർശനം, പ്രവചനവരം, രോഗശാന്തിവരം, ഇങ്ങനത്തെ അനേകം വരദാനങ്ങളുണ്ട്. അപ്പോൾ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചിന്ത ഇതായി, അച്ഛനാകുമ്പോൾ ഒരു ചെറിയ രോഗശാന്തിവരവും, ചെറുത് മതി, അത്രയുള്ള തലവേദനയൊക്കെ ഒന്ന് മാറണം, അത്രയൊക്കെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. വലിയ തളർവാദ രോഗിയൊന്നും എഴുന്നേപ്പിച്ച് നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ എന്തെങ്കിലും ഒരു വരം കിട്ടിയില്ലെങ്കിൽ എന്തച്ഛൻ? നമ്മുടെയൊക്കെ പള്ളിയിലൊരു അച്ഛനുണ്ട്, ഒരു വരവും ഇല്ല. അപ്പോൾ വരമുള്ള അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആ അച്ഛനെ കാണാനൊക്കെ ആളുകൾ ഇടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മളോർത്ത് അച്ഛനാകുകയാണെങ്കിൽ ഒന്ന് രണ്ട് വരം വേണം. അതുകൊണ്ട് ഈ വരം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പോഴാണ് പ്രിയമുള്ളവരെ പലതരത്തിലുള്ള ധ്യാനങ്ങൾ, വരദാന ധ്യാനം, വരദാന വളർച്ചാ ധ്യാനം, എല്ലാ ധ്യാനവും കൂടും. എല്ലാ ധ്യാനങ്ങളും കൂടി പ്രാർത്ഥിക്കും, കർത്താവ് വരങ്ങൾ കിട്ടണം. അപ്പോഴാണ് വരദാനമുള്ള ഒരു അച്ഛൻ പറഞ്ഞു, എനിക്ക് കർത്താവ് ഈ രോഗശാന്തി വരദാനം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ മെഡിക്കൽ കോളേജ് വാർഡുകളിൽ ഉപവസിച്ചിട്ട് പോയി എന്നും രോഗികളെ പ്രാർത്ഥിക്കുമായിരുന്നു. രോഗികളുടെ ഇടയിൽ ശുശ്രൂഷിച്ചാണ് രോഗശാന്തി വരം കിട്ടിയത്. അതോടുകൂടി പ്രിയമുള്ളവരെ, ഞാനൊരു 4-5 പേരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു മൂല തൊട്ടം കൊണ്ട് കയറി. ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളതാണ്, രോഗശാന്തി വരം. ഒത്തിരി രോഗികളെ പ്രാർത്ഥിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്? അവർ പറയും, നിങ്ങൾ വന്നപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ എൻ്റെ രോഗം കൂടി. ഒരു മനുഷ്യന് ഒരു തലവേദന പോലും മാറിയില്ല. നമ്മൾ ഇപ്പം മനസ്സിലായി, രോഗശാന്തി വരം കിട്ടിയിട്ടില്ല, ഒരു രോഗശാന്തി വരവും കിട്ടിയിട്ടില്ല. അവസാനം പിന്നെ നമ്മൾ ആ പരിപാടി ഉപേക്ഷിച്ച്, കാരണം ഇതൊന്നും കിട്ടാൻ പോകുന്ന കേസല്ല. ഇതൊക്കെ സത്യത്തിൽ നല്ല നല്ല അച്ഛന്മാർക്കുള്ളതാണ്. ഞാനതങ്ങ് ഉപേക്ഷിച്ച് ആ ഭാഗം നമ്മൾ വിട്ട് പിന്നെ അടങ്ങി ഒതുങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ധ്യാനം കൂടി പെട്ടെന്നാണ് എൻ്റെ ഭൗതിക മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ ഞാനും പോയി നിന്നെങ്കിലും സത്യത്തിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി കൺവെൻഷനിൽ നിൽക്കുമ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് പോകുന്നത്. വീടൊന്ന് പൊളിച്ചു പണിയണം, അതുപോലെ 2.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊരു ബൈക്കില്ലേ വേണ്ടില്ല, സാരമില്ല, സൈക്കിളായാലും മതി. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചാണ് പോകുന്നത്. പക്ഷേ ഈ വചനപ്രഘോഷണ വേദിയിൽ എത്തിക്കഴിയുമ്പോൾ, യേശുവിനെ കണ്ടു കഴിയുമ്പോൾ, ഞാൻ ഈ സൈക്കിളിൻ്റെ കാര്യവും ബൈക്കിൻ്റെ കാര്യവും വീട് പൊളിച്ചു പണിയുന്ന കാര്യവും എല്ലാം മറന്നു. ഇച്ചിരി സെറ്റപ്പൊക്കെ ഒന്ന് ചോദിക്കണമെന്നുണ്ട്, മറന്നുപോകും. മിക്കവാറും പ്രിയമുള്ളവരെ, ധ്യാനത്തിന് പോയിട്ട് ഒരിക്കലും ഇതൊന്നും ചോദിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. അപ്പോൾ വരദാനങ്ങളുടെ മേഖലയും ശരിയായില്ല, ഭൗതിക മേഖലയിൽ ഒരനുഗ്രഹവും കിട്ടിയില്ല. എന്ന് മാത്രമല്ല, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ സംഭവിച്ചത്, ഒരു 2-3 വർഷം ഞാൻ കർത്താവിൻ്റെ കൂടെ
തീവ്രമായി ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭൗതിക മേഖലകൾ പൂർണ്ണമായിട്ടും തകർന്നു പോയതായിട്ടാണ് കണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം വീട്ടിൽ വന്നു. അന്നേരം വലിയ കുഴപ്പമില്ലാത്ത സമയത്താണ് സെമിനാരി പോയത്. ഇത്തിരി സാമ്പത്തികമൊക്കെ ഉള്ള സമയത്താണ് പോയത്. ഒരു ദിവസം സെമിനാരിയിൽ നിന്ന് വീട്ടിൽ വന്ന് മേശപ്പുറത്ത് നോക്കുമ്പോൾ ഒരു പേപ്പർ കിടക്കുന്നു. ഞാൻ എടുത്തു നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, അത് ഞങ്ങൾക്ക് 2 സ്ഥലമുണ്ട്, അതിലൊന്നിൻ്റെ ജപ്തി നോട്ടീസാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും അത് ജപ്തിയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അതേ ചേട്ടൻ ബിസിനസ് നടത്തിയ വഴിക്ക് അതൊരു ചെറിയ ജപ്തി വന്നിട്ട് കിടക്കുകയാണ്, കുഴപ്പമില്ല, നമുക്കതൊക്കെ അടയ്ക്കാവുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് അത് വിട്ടു. മറ്റൊരു ദിവസം ഞാൻ ഷമ്മാശനായി പഠനം പൂർത്തിയായി വന്നൊരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ നോക്കിയപ്പോൾ മേശപ്പുറത്ത് വേറൊരു പേപ്പർ കിടക്കുന്നു. ഞാൻ വായിച്ചു നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചു, ഇതെന്താ ഈ പേപ്പർ? അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്താ മിണ്ടാത്തത്, എന്താ ഈ പേപ്പർ? ഉടനെ അമ്മ പറഞ്ഞു, മോനെ, അത് നമ്മുടെ വീടിൻ്റെ ജപ്തി നോട്ടീസാണ്. ഞാൻ ചോദിച്ചു, ഈ വീട് ആരാ പണയം വെച്ചത്? ഞാൻ പോലും അറിയാതെ ഞാനും കൂടി താമസിക്കുന്ന, ഞാൻ ഷമ്മാശനാകേണ്ട ആളല്ലേ, ഞാൻ അച്ഛനാകേണ്ട ആളല്ലേ, ഞാനൊരു പുരോഹിതനാകാൻ പോകുന്നതല്ലേ, ഈ വീട് ജപ്തിക്ക് പോകുന്നതിന് മുമ്പ് ഇത് വെച്ചതാരാന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനവിടെ ഇരുന്ന് വല്ലാതെ കരഞ്ഞ്. അവരാരും ഒന്നും മിണ്ടിയില്ല, അവർക്കൊന്നും മിണ്ടാനില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനതിന് ശേഷം പതുക്കെ ഇറങ്ങി അവിടെ എന്നെ പിതാവ് നിയമിച്ച പള്ളിയിലേക്ക് പോയി. അതോടുകൂടി ഞാനൊരു മൗനിയായി മാറി. ആരും കാര്യമായിട്ടൊന്നും മിണ്ടുകയില്ല. പള്ളിയിൽ പോയി മൂലയിലിരിക്കും. ചിലപ്പോഴൊക്കെ ആളുകൾ വന്ന് അച്ഛന്മാരൊക്കെ വന്ന് എന്ത് പറ്റിയിടോ തനിക്ക്? ഞാൻ പറഞ്ഞൊന്നുമില്ല. പള്ളിയുടെ മൂലയിലിരുന്ന് അറിയാതെ തേങ്ങിക്കരയും. എല്ലാം നഷ്ടപ്പെട്ട ഒരുവൻ്റെ തേങ്ങൽ. ഞാനതുകൊണ്ടാണ് പ്രിയമുള്ളവർ ഈ കൺവെൻഷനിലും ധ്യാനത്തിലൊക്കെ പ്രസംഗിക്കാൻ വരുന്നത്. ആരെങ്കിലും അങ്ങനെയൊക്കെ തേങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് അവർക്കൊരാശ്വാസമാകണം. സമയമുണ്ടായിട്ടല്ല പ്രിയമുള്ള, അതുകൊണ്ടാണ് ഞാൻ ആ മൂലയിലിരുന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ഒരു ഭൗതിക വർധനവും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ആത്മീയ വർധനം ഉണ്ടായില്ല, ഭൗതിക വർധനം ഉണ്ടായില്ല. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ആത്മീയതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? അപ്പം ഞാൻ ഓർത്ത് ഇനി എന്നാൽ പിന്നെ നല്ലോണം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം, എൻ്റെ പേര് വിളിച്ച് പറയുമായിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പേരാണെങ്കിൽ വളരെ സിമ്പിൾ പേരാണ്, അന്നത്തെ കാലത്തെ പേര്. ഇപ്പോഴത്തെ പേരാണെങ്കിൽ ഒരച്ഛൻ വിളിച്ച് പറഞ്ഞാൽ അച്ഛൻ്റെ നാക്കിന് പ്ലാസ്റ്റർ ഇടേണ്ടി വരും, അതുപോലത്തെ പേരാണ്. ഫീലിക്സിനോസ് എന്നൊക്കെ നിങ്ങൾക്ക് 4 പ്രാവശ്യം പറയാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം എന്താണ്? അതുപോലത്തെ കോംപ്ലിക്കേറ്റ്. പണ്ടത്തെ പേരതല്ല, കൊച്ചു പേരാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ പേര് ഏതെങ്കിലും അച്ഛൻ്റെ നാക്കിലൂടെ നായിക്കൻ പറമ്പിൽ അച്ഛനോ അതുപോലെ അഭിഷേകമുള്ള അച്ഛന്മാരാരെങ്കിലും വിളിച്ചു പറയുമെന്നോർത്തിരുന്ന് ഒറ്റ അച്ഛന്മാർ പോലും എൻ്റെ പേര് വിളിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആശ്വസിച്ച് 2000 പേരെ സുഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ അതിനകത്ത് മിക്കവാറും 2000-ൽ 1 ഞാനായിരിക്കും എന്ന് ഓർത്തിരുന്നു. പ്രിയമുള്ളവരെ, കാലം അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ ഒരു പുസ്തകം കൊണ്ട് നീട്ടി. എന്നിട്ട് പറഞ്ഞു, തനിക്ക് പറ്റിയ പുസ്തകം നോക്കുമെന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ആ പുസ്തകം മേടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പേര് വല്ലാത്തൊരു പേരാണ്. എന്താണെന്നറിയാമോ? കർമ്മല മല കയറ്റം ഇരുണ്ട രാത്രി. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കുകയില്ല. കേൾക്കാത്ത പേരാണ്. എഴുതിയതാരാന്നറിയാമോ? കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. അത് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ജോൺ ഓഫ് ദ ക്രോസ് കേട്ടിട്ടില്ലേ? ആ, ഉണ്ട്. ഈ വിശുദ്ധൻ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഞാൻ ആ പുസ്തകം വായിക്കാൻ നോക്കി. പ്രിയമുള്ളവരെ, ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മലയാളമാണെങ്കിൽ പോലും ഒന്നും വായിച്ചാൽ മനസ്സിലാകില്ല. അതാ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിങ്ങോട്ട് വായിച്ചു വന്നപ്പോൾ, എന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അതിനകത്ത് ഒരു പടം കണ്ടു, ഒരു ചിത്രം. ആ ചിത്രത്തിനകത്ത് 3 വഴി കൊടുത്തിട്ടുണ്ട്. 3 വഴി. അതിനകത്ത് ഒന്നാമത്തെ വഴിയുടെ പേരിനാണെന്നറിയാവോ? അധമപാത. എന്ത് പാതയാണ്? അധമപാത. രണ്ടാമത്തെ വഴിയുടെ പേര് മധ്യമപാത. എന്താണ്? മധ്യമപാത. മൂന്നാമത്തെ വഴിയുടെ പേരിനാണെന്നറിയാവോ? മൂന്നാമത്തെ വഴിയുടെ പേര് ഉത്തമപാത. ഏതാണ്? മറന്നുപോകില്ല. അപ്പം ഞാൻ ഈ അധമപാത ഏതാണെന്ന് നോക്കി. അപ്പോഴാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഭൗതിക നന്മകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കൈ നീട്ടി അത് കിട്ടുന്നത് കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർ അധമപാതയിലാണ്. അവർ ഒരിക്കലും മലമുകളിൽ സ്വർഗത്തിൽ എത്തിച്ചേരുകയില്ല. അപ്പം എൻ്റെ ഒരു വിഷമം അങ്ങ് മാറി. പള്ളിയിൽ ചെല്ലുമ്പോൾ
അത് ചോദിക്കാൻ മറന്നത് ഒരനുഗ്രഹമായിട്ട് കണ്ട്. അപ്പം ഞാൻ രണ്ടാമത്തെ പാത നോക്കി. അതെന്താണ്? മധ്യമപാത. ആത്മീയ അനുഭവങ്ങൾക്കും നന്മകൾക്കും വേണ്ടി ഇതാ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എനിക്കിങ്ങനെ വരം കിട്ടണം, രോഗശാന്തി വരം കിട്ടണം, അത്ഭുതം കിട്ടണം, അത്ഭുതം നടത്തണം, രോഗശാന്തി നടത്തണം, ഇങ്ങനെ. അപ്പോൾ ചില വിശുദ്ധന്മാരൊക്കെ ആളുകളുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാനന്നേരം മനസ്സിൽ വിചാരിച്ചു, ആ വിശുദ്ധൻ അങ്ങനെ ഓടി ഒളിക്കാൻ പാടുണ്ടോ? അത് 10 പേർക്ക് പ്രയോജനം ചെയ്യേണ്ട വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ മലയുടെ മുകളിൽ കാട്ടിപ്പോയിരിക്കാതെ നാട്ടിലോട്ട് ഇറങ്ങി വരണ്ടേ എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. അതൊക്കെ ഓരോ വിളിയാണ്. ആത്മീയ നന്മകൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശുശ്രൂഷ നടത്തുന്നത്? ഞാൻ അച്ഛനായത് വെറുതെ ആയാലും രോഗശാന്തി നടത്തണ്ടേ? അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വേണ്ടേ? എനിക്ക് കൺഫ്യൂഷനായി. അപ്പം ഞാൻ മധ്യമപാതയും വേണ്ടെന്ന് വെച്ച്. കാരണം എന്താണ്? കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞ് അതിലേ പോയ കുഴപ്പമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ രോഗശാന്തി? ഇപ്പം നിങ്ങൾക്കൊരു രോഗശാന്തി വരണ്ടെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പുറത്തിരുന്ന ആൾ സൗഖ്യപ്പെട്ടു. അവർ അച്ഛൻ്റെ അടുക്ക് വന്ന് പറയാം, അച്ഛൻ ഇവിടുന്ന് നിങ്ങൾക്ക് ദർശനവും കിട്ടി. എന്താണ്? അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഴ മാറാൻ പോവാണ്. സത്യത്തിൽ ആർക്ക് കിട്ടിയ വരം കൊണ്ടായി നടന്നത്? നിങ്ങൾക്ക് കിട്ടിയ വരം കൊണ്ട്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോകാൻ പോകുന്നതാ നമ്മുടെ ഡയറക്ടർ അച്ഛൻ. അവിടെ വന്നച്ച് ഇവർ സാക്ഷ്യം പറയും, ഡയറക്ടർ അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുഴ മാറി. അതോടുകൂടി നമുക്ക് ഡയറക്ടർ അച്ഛനുണ്ടൊരു അച്ഛൻ്റെ പുണ്യം കൊണ്ടൊന്നും അല്ല, അച്ഛനും വല്ല വരം കൊണ്ടോ? നമ്മുടെ വരം കൊണ്ടാ. അപ്പോൾ അങ്ങനെ എങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? നിലം തൊടിക്കുകയല്ല അച്ഛന്മാർ. അതുപോലത്തെ പാർട്ടികളെ ഒന്നും ധ്യാനകേന്ദ്രത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒതുക്കാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതോടുകൂടി എൻ്റെ ഒരു കൃപയൊന്നും ഈ അച്ഛന്മാരൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഞാനിനി തന്നെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എത്രയോ പേരാണ് സഭ വിട്ടുപോകുന്നത്. മധ്യമപാത. പോയവരെല്ലാം നശിച്ചിട്ടേ ഉള്ളൂ പ്രിയമുള്ളവർ. ആരും രക്ഷപ്പെട്ടിട്ടില്ല. വരദാനങ്ങളും കൃപകളും നിറഞ്ഞിട്ട് സഭയെ വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ യാത്ര തെറ്റായിരുന്നു. അവരെല്ലാം നശിച്ച്, അവരെല്ലാം അധപ്പതിച്ച്, അവർ സ്വർഗത്തെ വേണ്ടെന്ന് വെച്ചു, അമ്മയെ വേണ്ടെന്ന് വെച്ചു, എളിമ വേണ്ടെന്ന് വെച്ചു. അവരെല്ലാം അഹങ്കാരത്തിൽ ചെന്ന് പതിച്ച് എവിടെയോ ചെന്ന് ഏതോ കാട്ടിൽ നശിച്ച്. ഇനിയൊരു പാതയുണ്ട്. ഏതാണ്? ഉത്തമപാത. അതിനെക്കുറിച്ച് ഈ വിശുദ്ധൻ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? ശൂന്യം, ശൂന്യം, ശൂന്യം. എനിക്കൊന്നും വേണ്ട കർത്താവേ, നിന്റെ സ്നേഹം മതി. ഒന്നും വേണ്ട. ഇതിൽ കൂടുതൽ എന്നെ എനിക്ക് തരാനാ. നിന്റെ മാംസം എനിക്ക് വേണ്ടി നീ പങ്കുവച്ച്. നിന്റെ മനസ്സ് സുവിശേഷം. ഇതാ യേശുവിൻ്റെ മനസ്സ്. യേശു വചനമായിട്ട് പങ്കുവെച്ചു തന്നു. അവൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ മേൽ ഭക്ഷിച്ചു. ആത്മാവും ശരീരവും മനസ്സും നമുക്ക് പങ്കുവെച്ചു തന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിൻ്റെ കയ്യിൽ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിന് പരിമിതിയില്ലെന്നാണ് പറയുന്നത്. ദൈവം പരിമിതപ്പെടുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. എവിടെയാണെന്നറിയോ? വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാനയിൽ. വിശുദ്ധ കുർബാന സമയത്ത് കർത്താവ് എന്നാ പറയുന്നറിയാം നമ്മളോട്? മോനെ, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിധിയുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ സ്നേഹം പരിമിതപ്പെടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, വിശുദ്ധ കുർബാന. മകനെ, ഇതിൽ കൂടുതൽ എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല. ദൈവത്തിൻ്റെ കഴിവുകൾ പരിമിതപ്പെടുന്ന എവിടെയാ? മകനെ, എല്ലാം തരാൻ എനിക്ക് സാധിക്കും, ഇതിൽ കൂടുതലൊന്നും എനിക്ക് തരാനാവില്ല.